പ്രവാസി യുവതിയുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് നിർമ്മിച്ച 23 ലക്ഷം തട്ടിയ പ്രതി അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ എറയാട് സ്വദേശിയായ 70-കാരൻ നൽകിയ പരാതിയിൽ കോഴിക്കോട് അവല സ്വദേശി മന്നാമാൾ വീട്ടിൽ ലത്തീഫിനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. നദീറ ഷാൻ എന്ന പേരിൽ പ്രവാസി യുവതിയാണെന്ന വ്യാജേനയാണ് ലത്തീഫ് തട്ടിപ്പ് നടത്തിയത്. 70-കാരനുമായി നിരന്തരം ഫേസ്ബുക്കിലൂടെ സന്ദേശം കൈമാറിയ പ്രതി തന്റെ 11-കാരിയായ മകൾക്ക് രക്താർബുദമാണെന്നും ചികിത്സയിലാണെന്നും 20 ലക്ഷം രൂപയോളം ചികിത്സയ്ക്ക് ചെലവായെന്നും വിശ്വസിപ്പിച്ചു. തുടർന്ന് തവണകളായി തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് ഗൂഗിൾ പേ വഴി 15 ലക്ഷത്തോളം രൂപ കൈപ്പറ്റി. പിന്നീട് നദീറ ഷാനിന്റെ അനുജത്തിയുടെ ഭർത്താവ് ലത്തീഫാണെന്നും തനിക്ക് അർബുദമാണെന്നും വിശ്വസിപ്പിച്ച് 8 ലക്ഷത്തോളം രൂപയും തവണകളായി വാങ്ങി. പണം തിരിച്ചു ചോദിച്ചപ്പോൾ ലഭിക്കാതായതോടെയാണ് ചതിക്കപ്പെട്ടെന്ന് 70-കാരൻ മനസ്സിലാക്കിയതും ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതും. ഇരിങ്ങാലക്കുട സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത്. ഫേസ്ബുക്കിൽ നിന്ന് സ്ത്രീകളുടെ ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്ത് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിർമ്മിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരുമായി ബന്ധപ്പെട്ടാണ് പ്രതി തട്ടിപ്പ് നടത്തി വന്നിരുന്നത്. പോലീസ് പരിശോധനകളിൽ പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ 6ഓളം അക്കൗണ്ടുകളുണ്ടെന്നും 10-ലധികം സിം കാർഡുകളുണ്ടെന്നും കണ്ടെത്തി. ലത്തീഫിനെതിരെ കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ അടിപിടി, മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ സർക്കാർ ജീവനക്കാരന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തൽ, കളവ്, തീവപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.